ഹായ് ഗൈസ്, ദിസ് ഇസ് അദീന ഫ്രം ESA എഡ്യൂക്കേഷൻ. ഞാൻ ഇന്ന് കറന്റ് ഉള്ളത് ജോർജിയയിലാണ് കേട്ടോ. ജോർജിയയിൽ ബട്ടൂമി ഷൊട്ടോ റിസ്റ്റാവേലി യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ജോർജിയയിൽ വന്നിട്ട് 5 days ആയി. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതും ഞാനിപ്പോൾ ബട്ടൂമിയിലാണുള്ളത്. നമുക്ക് കറന്റ് ജോർജിയയിൽ MBBS എൻക്വയറി ചെയ്യുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയായ ബട്ടൂമി ഷൊട്ടോ റിസ്റ്റാവേലി. സോ ഗൈസ്, നമ്മളിപ്പോ 7 years ആയിട്ട് അഡ്മിഷൻ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൂടിയാണിത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റി. അവരൊക്കെ ഓക്കെ, ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ MBBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പസ് ആണ് ബട്ടൂമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. സോ ഗൈസ്, നമുക്ക് ജോർജിയയിലേക്കുള്ള ട്രാവലിംഗ് ഓപ്ഷൻ വരുന്നത്, ഞാനിപ്പോ കൊച്ചിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ടിബിൽസി ബൈ റോഡാണ് ഞാൻ ബട്ടൂമിയിൽ റീച്ച് ആയത്. നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ദുബായ് വഴിയോ ഷാർജ വഴിയോ നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അതിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കു വഴിയായിരിക്കും നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ ബട്ടൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൂമി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ജോർജിയയിലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമുക്ക് ഇവിടെ നിയർ ആയിട്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബീച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൂമിയുടെ നൈറ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് വരുന്നത്. ഇപ്പോ കറന്റ്ലി ഞാൻ വന്ന സമയത്ത് ഒരു സ്നോഫാള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു സ്നോ ഒക്കെ കാണണം എന്ന്. സോ നല്ല ഭംഗിയാണ്. നമ്മുടെ റോഡാണെന്നുണ്ടെങ്കിലും ക്യാമ്പസിന്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്നോ മൂടിയിരിക്കുകയാണ്. ഭയങ്കര എക്സ്ട്രീം തണുപ്പ് കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് സ്റ്റുഡൻസിനൊക്കെ എക്സ്ട്രീം ക്ലൈമറ്റ് ഒന്നും വരുന്ന ഒരു കൺട്രി അല്ല കേട്ടോ ജോർജിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ജോർജിയയിൽ ECTS സിസ്റ്റം ആണ് വരുന്നത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. പിന്നെ നമുക്കിപ്പോൾ ലിവിംഗ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് $250 to $300 തന്നെ നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അഫോർഡബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പേര് ഇത് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പം നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഞ്ഞ് മൂടി കൊടുക്കുന്നത് കൊണ്ടാണ് അത് ഇതിലും ബ്യൂട്ടിഫുൾ ആണ്. സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിറ്റിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഫൗണ്ടെയിൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ നമുക്ക് കുറെ മീൻസ് വാക്കബിൾ ഡിസ്റ്റൻസ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബീച്ച് സൈഡ് ആണ് വരുന്നത്. സോ നമുക്ക് നല്ലൊരു വ്യൂവും ബട്ടൂമി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ ക്യാമ്പസ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ അവിടെയൊക്കെ പോയി ഇരിക്കാം. പിന്നെ കുറച്ചങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ബീച്ച് സൈഡ് ആണ് വരുന്നത്. സോ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഹ്യൂജ് ക്യാമ്പസ് ആണ് വരുന്നത്. സോ ഒരു ക്യാമ്പസ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൂടിയാണ് ബട്ടൂമി. ഇപ്പൊ ഇവിടെയൊക്കെ മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്കൊക്കെ നല്ല സ്പേസ്. അപ്പൊ ക്യാമ്പസിന്റെ ഫ്രണ്ടിലേക്കൊക്കെ സ്റ്റുഡൻസിന് വന്നിരിക്കാൻ പറ്റിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ നോംസും പാലിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബട്ടൂമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ ജോർജിയയിൽ വരുന്ന സമയത്ത് അതർ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ടൂമിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബട്ടൂമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഒരു ബിഗ് ക്യാമ്പസ് കാര്യങ്ങളാണ് വരുന്നത്. മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ MBBS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബട്ടൂമി. സോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ഡീറ്റെയിൽസിന് വേണമെങ്കിലും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ കൗൺസിലിംഗും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും.